മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ KPCC അധ്യക്ഷനായി കെ സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. AK ആന്റണിയെ സന്ദർശിച്ച ശേഷം ഇന്ദിരാഭവനിലെത്തിയാണ് ചുമതലയേറ്റത്. വർക്കിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസന്റെ അസാന്നിധ്യത്തിലായിരുന്നു സുധാകരൻ സ്ഥാനമേറ്റത്. വിശദാംശങ്ങൾ നൽകാൻ സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, എന്തായാലും സുധാകരൻ ഈ ചുമതല ഏൽക്കുമോ എന്നുള്ള അനിശ്ചിതത്വങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവസാനം അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എങ്കിൽ പോലും അതിനുള്ളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് MM ഹസന്റെ ഒരു അസാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ ഒരു അസാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ പറയുന്നത്? ഭദ്ര, മാർച്ച് 12-നാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും മാറുന്നത്. പകരം KPCC ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസനെ ചുമതല ഏൽപ്പിച്ചിട്ടാണ് കെ സുധാകരൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ കാണുന്ന KPCC ആസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നത്. സ്വാഭാവികമായിട്ടും ഈ അവലോകന യോഗത്തിൽ KPCC അധ്യക്ഷ പദവി തനിക്ക് നേടാൻ കഴിയും എന്ന വിലയിരുത്തലിൽ തന്നെയായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡാണ് ഈ KPCC അധ്യക്ഷ സ്ഥാനം സുധാകരനിൽ നിന്നും MM ഹസനിലേക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ആ ഒരു പദവി സുധാകരനിലേക്ക് പോകുമ്പോൾ അത് ഹൈക്കമാൻഡിന്റെ അനുമതി വേണം എന്ന വിലയിരുത്തലിലാണ് അന്ന് കെ സുധാകരനെ അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയാതിരുന്നത്. യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ ചുമതല കൈമാറ്റം നടത്താൻ പറ്റൂ എന്ന ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് അന്ന് തന്നെ ഈ ഒരു അധ്യക്ഷ പദവിയിലേക്ക് അധ്യക്ഷന്റെ കസേരയിലേക്ക് കെ സുധാകരന് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർന്ന് വലിയ രീതിയിലൊരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തിരിച്ച് കെ സുധാകരൻ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പദവി ഏൽപ്പിക്കുമോ, അല്ലെങ്കിൽ MM ഹസൻ തന്നെ ഈ പദവിയിൽ തുടരുമോ എന്ന അടക്കമുള്ള കുറെ ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഈ അധ്യക്ഷ സ്ഥാനത്തിൽ തന്നെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നതൊക്കെ തന്നെ. പക്ഷേ ഹൈക്കമാൻഡിനെ തന്റെ അതൃപ്തി കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്ത FBയിലെ അടക്കം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തനിക്ക് ഒരിക്കലും അധികാരമോഹം ഉണ്ടായിട്ടില്ല. എന്താണോ AICC പറയുന്നത് അതനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ പറഞ്ഞാൽ അത് താൻ അനുസരിക്കും. ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അദ്ദേഹം ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കെ സുധാകരൻ എന്ന നേതാവിന്റെ ഒരു കരുത്ത് എന്താണെന്ന് തെളിയിക്കുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് അകം തന്നെ ഇന്നിപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വീണ്ടും എത്തുന്നതിലേക്ക് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് അനുമതി തേടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കെ സുധാകരന് തന്നെ അനുമതി നൽകിക്കൊണ്ട് AICCയുടെ ഒരു തീരുമാനം വരുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസനിൽ നിന്ന് അധികാരം കെ സുധാകരനിലേക്ക് നൽകും എന്നാണ് അറിയുവാൻ സാധിച്ചിരുന്നത്. രാവിലെ ഏകദേശം 10:30 മണിയോടുകൂടി AK ആന്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് കെ സുധാകരൻ ഇന്ദിരാഭവനിലേക്ക് ചുമതല ഏറ്റെടുക്കുന്നതിനായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസന്റെ ഒരു അസാന്നിധ്യമാണ് ഈ പരിപാടിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു കാണിക്കാനുള്ളത്. പക്ഷേ അദ്ദേഹം സ്ഥലത്തില്ല എന്നൊരു കാര്യമാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഉൾപ്പെടെയുള്ളവരുടെ അസാന്നിധ്യം ഈ ചടങ്ങിൽ ഏറ്റവും എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ കരഘോഷങ്ങളോടും മുദ്രാവാക്യ വിളികളോടും ഒക്കെയാണ് കെ സുധാകരനെ ഇന്ദിരാഭവനിലേക്ക് പ്രവർത്തകർ ആനയിച്ച് കൊണ്ടുവന്നതും തുടർന്ന് അദ്ദേഹം ചുമതല വീണ്ടും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ ചർച്ചകളൊക്കെ തന്നെ കാര്യമില്ലാത്തതാണ്. അല്ലെങ്കിൽ തനിക്ക് അത്തരത്തിൽ അധികാരമോഹമോ താൻ AICCയോട് ഹൈക്കമാൻഡിനോട് അത്തരത്തിൽ വലിയ രീതിയിലൊരു സമ്മർദ്ദമോ ചെലുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ജൂൺ 4-ന് ഈ ഫലപ്രഖ്യാപനം വരുന്നതോടുകൂടി ഒരുപക്ഷെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വലിയ രീതിയിൽ ശക്തമാകും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഒരുപക്ഷെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുന്നതിലേക്ക് വരെയുള്ള തീരുമാനങ്ങൾ ഒരുപക്ഷെ ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ആ കാര്യം കെ സുധാകരൻ തന്നെ തള്ളി പറയുന്നില്ല ഇപ്പോൾ.
എന്തായാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏകദേശം 2 മാസത്തോളമുള്ള കാലയളവിന് ശേഷം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വീണ്ടും എത്തുകയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ ഒടുവിൽ കെ സുധാകരൻ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ചില പരിശോധനകളൊക്കെ തന്നെ സംഘടനാ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ തന്നെ ചില വിശകലനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് എന്നാണ് കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ചില വിലയിരുത്തലുകളും നടപടികളൊക്കെ തന്നെ കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു കാര്യം, തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നിർദ്ദേശിക്കാത്ത അല്ലെങ്കിൽ തന്നെ അനുസരിക്കാത്ത ചില നേതാക്കളെ കൂടിയാണ് അദ്ദേഹം ഇനി ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ കൂടിയാണ് പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവേണ്ടത് എന്നതായിരിക്കും ഒരുപക്ഷെ KPCC അധ്യക്ഷനായ കെ സുധാകരന്റെ വരും ദിവസങ്ങളിലെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഭദ്ര. അതെ, തീർച്ചയായും സൂര്യ. മറ്റൊരു കാര്യം, അതായത് നമുക്കറിയാം, നേരത്തെ സൂര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹസന്റെ ഒരു അസാന്നിധ്യം അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇവർ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എങ്കിൽ പോലും പുറത്തു നിന്ന് നോക്കുന്നവർക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പാർട്ടിക്കകത്ത് ചില അസ്വാരസ്യങ്ങൾ, ഒരു കല്ലുകടിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് താനൊരു കസാരമോഹിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് തനിക്ക് KPCC അധ്യക്ഷനായി സ്ഥാനമേൽക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ചെന്ന് സീറ്റിലിരുന്നാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കമാൻഡ് ഇടപെടൽ നടത്തുന്നു. സുധാകരനെ പിണക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അതിലൊരു അനുനയ ശ്രമത്തിലേക്ക് പോവുകയായിരുന്നു കാര്യങ്ങൾ. വീണ്ടും അദ്ദേഹം ചുമതലയേൽക്കുന്നു. പക്ഷെ അപ്പോഴും ഈ നേതാക്കന്മാരുടെ ചിലരുടെ അസാന്നിധ്യം അവിടെ ഉണ്ടാവുകയാണ്. ഇതൊക്കെ തന്നെ ഈ കല്ലുകടി പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമല്ലേ കാണുന്നത് സൂര്യ? ഭദ്ര, കഴിഞ്ഞ ദിവസം കൂടിയ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മൊത്തത്തിൽ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനെ വീണ്ടും കൊണ്ടുവരാമെന്ന തീരുമാനമാണ് പൊതുവെ എടുത്തിരുന്നത്. എന്നാൽ കൂടി ഹൈക്കമാൻഡിന്റെ തീരുമാനം വരികയാണെങ്കിൽ സുധാകരനെ തന്നെ ഒരു പദവി ഏൽപ്പിക്കാം എന്ന ഒരു കാര്യവും ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് തനിക്ക് ഈ ഒരു അധ്യക്ഷ പദവി ലഭിക്കാത്തതിൽ കെ സുധാകരന് അതൃപ്തി ഉണ്ടായിരുന്നു. തുടർന്ന് ഹൈക്കമാൻഡിനെ നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത്തരത്തിൽ ഞൊടിയിടയിലായിരുന്നു അദ്ദേഹത്തിന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം വരുന്നതും ഇന്നിപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നതും ഒക്കെ തന്നെ. എന്തായാലും ഈ ദിവസത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക എന്നത് തന്നെയായിരുന്നു കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കെ സുധാകരൻ എന്ന ഒരു നേതാവിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ അണികൾക്ക് ഇടയിൽ ഉള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം, പാർട്ടിക്കുള്ളിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ് വീണ്ടും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഫലപ്രഖ്യാപനത്തിന് മുന്നേ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിനെ നയിച്ചത് എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ കാണേണ്ടത്. ഭദ്ര. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. KPCC അധ്യക്ഷനായി കെ സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. AK ആന്റണിയെ സന്ദർശിച്ച ശേഷം ഇന്ദിരാഭവനിലെത്തിയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. വർക്കിംഗ് പ്രസിഡന്റായിരുന്ന MM ഹസന്റെ അസാന്നിധ്യത്തിലായിരുന്നു സുധാകരന്റെ സ്ഥാനമേൽക്കൽ എന്നുകൂടി അറിയേണ്ടതുണ്ട്. VD സതീശനടക്കം ഇന്ന് ഉണ്ടായിരുന്നില്ല. അതേസമയം ഹസനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സുധാകരൻ. അതായത് ഹസന് വരാമെങ്കിൽ വരാം, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി.